കൊച്ചിയിൽ യുവതിക്ക് ക്രൂരമർദ്ദനം. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവൻ പോലീസ് കസ്റ്റഡിയിൽ. മരട് പോലീസാണ് യുവമോർച്ച നേതാവിനെ കസ്റ്റഡിയിലെടുത്തത്. മൊബൈലിന്റെ ചാർജർ കേബിൾ ഉപയോഗിച്ചായിരുന്നു മർദ്ദനം. മുതുകിലും കൈകാലുകളിലും ഉൾപ്പെടെ അടികൊണ്ട് പൊട്ടിയ പാടുകളുമായി യുവതി പോലീസ് സ്റ്റേഷനിൽ എത്തിയിരുന്നു. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ. ആജ്ഞ, ഇങ്ങനൊരു ക്രൂരമർദ്ദനത്തിന് ഇയാളെ പ്രകോപിപ്പിച്ചത് എന്താണ്? നമുക്ക് പോലീസിൽ നിന്ന് ലഭിക്കുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ശ്രീജ, ഇയാള് ഈ ഭാര്യ ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പാണ്, പങ്കാളിയാണ്. അതായത് ഈ സ്ത്രീ വിവാഹമോചിതയാണ്. അതിനുശേഷം ഇയാളോടൊപ്പം കഴിഞ്ഞ 5 വർഷമായിട്ട് താമസിച്ചു വരികയാണ്. ഈ കഴിഞ്ഞ 5 വർഷവും ഇത്തരത്തിലുള്ള ക്രൂരമർദ്ദനത്തിന് യുവതി ഇരയായിട്ടുണ്ടെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ഇപ്പൊ പോലീസ് എന്തായാലും യുവതിയുടെ മൊഴി എടുത്തിട്ടുണ്ട്. അല്പസമയത്തിനകം അവരുടെ വൈദ്യപരിശോധനയ്ക്ക് കേസെടുത്തിട്ടുള്ളത്. അതായത് യുവമോർച്ച നേതാവാണ് ഈ ഗോപു പരമശിവൻ. അയാൾ പോലീസ് കസ്റ്റഡിയിൽ തന്നെയാണ് ഉള്ളത്. യുവതിക്ക് ആദ്യ വിവാഹത്തിൽ 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെ അപായപ്പെടുത്തും എന്ന് പറഞ്ഞിട്ടാണ് ഈ മർദ്ദന വിവരം പുറത്തു പറഞ്ഞാൽ അവരെ അപായപ്പെടുത്തും എന്ന് ഭീഷണിപ്പെടുത്തിയാണ് യുവതി താമസിച്ചിരുന്നത്. മർദ്ദന വിവരങ്ങളെല്ലാം ഒളിച്ചു വെക്കാനുണ്ടായ സാഹചര്യം അതുതന്നെയാണെന്നാണ് യുവതി പോലീസോട് പറയുന്നത്. എന്തായാലും മൊബൈലിന്റെ ചാർജർ കേബിൾ, USB കേബിൾ ഉപയോഗിച്ചിട്ടാണ് ഇയാൾ നിരന്തരം ഉപദ്രവിക്കുന്നത്. പകരം തന്നെയാണ് ഇപ്പോൾ ഈ നമ്മുടെ ദൃശ്യങ്ങളിൽ കാണുന്ന തരത്തിലേക്ക് ആ യുവതിയെ അതിക്രൂരമായി ഉപദ്രവിച്ചിരിക്കുന്നത് മൊബൈൽ ചാർജർ കേബിൾ ഉപയോഗിച്ചാണ്. മുതുകിലും കൈകാലുകളിലും ഒക്കെ ഉൾപ്പെടെ അടികൊണ്ട് പൊട്ടിയ പാടുകളുമായിട്ടാണ് യുവതി പോലീസ് സ്റ്റേഷനെ സമീപിച്ചിരുന്നത്. അങ്ങനെയാണ് മൊഴിയെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ ഈ യുവതിയെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. പോലീസ് കൊലപാതക ശ്രമത്തിനാണ് മരട് പോലീസ് കേസ് എടുത്തിട്ടുള്ളത്. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറി ഗോപു പരമശിവനെതിരെയാണ് ഈ ഗുരുതരമായ പരാതി വന്നിരിക്കുന്നത്. ഇയാൾ ഇപ്പോൾ പോലീസ് കസ്റ്റഡിയിലാണുള്ളത്. മരട് പോലീസ് ആണ് യുവമോർച്ച നേതാവിനെ കസ്റ്റഡിയിലെടുത്തത്. മൊബൈലിന്റെ ചാർജർ കേബിൾ ഉപയോഗിച്ച് ക്രൂരമായി മർദ്ദിച്ചു എന്നാണ് നമുക്ക് ഈ ദൃശ്യങ്ങളിൽ കാണാം. അതിക്രൂരമായ മർദ്ദനമാണ് നടന്നിട്ടുള്ളത്. ആജ്ഞ, അപ്പോഴും ഇങ്ങനൊരു രാഷ്ട്രീയ നേതാവാണ് ഇയാൾ, ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്, ഒരു ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തുള്ള ഒരാളാണ്. ഇയാൾക്കെതിരെ ഒരു പരാതി വരുന്നതൊക്കെ ഇയാൾക്ക് ഒരു ഭയവും ഇല്ലാതെ ഇത്ര ക്രൂരമായ ഒരു സ്ത്രീയെ, ഒപ്പം താമസിക്കുന്ന ഒരു സ്ത്രീയല്ല, ആരെയാണെങ്കിൽ പോലും ഇങ്ങനെ മർദ്ദിക്കുന്നത് ഈ ദൃശ്യങ്ങൾ കാണുന്നതനുസരിച്ച് ഒരു ചാർജർ കേബിൾ കൊണ്ട് ഇങ്ങനെയൊക്കെ ഉപദ്രവിക്കാൻ പറ്റുമെന്ന് നമുക്ക് സംശയം തോന്നും. ഇയാളിത് നിരന്തരം ഇങ്ങനെ തുടർന്നുകൊണ്ടിരുന്നു. ഇത് ഒരു ദിവസത്തെ അല്ല, നിരന്തരം ഇതൊക്കെ ചെയ്തുകൊണ്ടിരുന്നു എന്നാണോ നമ്മൾ മനസ്സിലാക്കുന്നത്? അങ്ങനെയാണ് ശ്രീജ പോലീസ് യുവതിയുടെ മൊഴിയെടുത്തതെന്ന് മനസ്സിലാവുന്നത്. അങ്ങനെയാണ് കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവർ ഒന്നിച്ച് താമസിച്ചു വരികയാണ്. ലിവിംഗ് റിലേഷൻഷിപ്പിലാണ്. അതായത് ഇവര് നേരത്തെ തന്നെ വിവാഹിതയായിരുന്നു. അതിൽ ഡിവോഴ്സ് ആയ ശേഷമാണ് ഇയാളോടൊപ്പം താമസിച്ചു വന്നത്. ആ വിവാഹത്തിൽ ഈ സ്ത്രീക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്. അവരെ അപായപ്പെടുത്തുമെന്ന് ഭീഷണിപ്പെടുത്തിയിട്ടാണ് ഈ മർദ്ദന വിവരം യുവതി ഇതുവരെ മറച്ചു വെച്ചിരുന്നത് എന്നാണ് പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി. ഇത് അസഹനീയമായ ഒരു സാഹചര്യത്തിലേക്ക്, അതായത് ഒരു കാരണവുമില്ലാതെ ഇയാള് അല്പം പ്രകോപിതനായാൽ പോലും ഇത്തരത്തിൽ ക്രൂരമായൊരു മർദ്ദന രീതിയിലേക്ക് കടക്കുന്നതാണ് ഇയാളുടെ രീതി എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. അങ്ങനെയാണ് ശ്രീജ സൂചിപ്പിച്ചതുപോലെ വലിയ ഉത്തരവാദിത്തമുള്ള ഒരു സ്ഥാനത്തിരിക്കുന്ന ആൾ ഇത്തരത്തിലൊരു ക്രൂര കൃത്യത്തിലേക്ക് കടക്കുമോ എന്നുള്ളൊരു ആശങ്ക, ഒരു ചോദ്യം നമുക്ക് മുന്നിലുണ്ട്. പക്ഷെ അവരെ ഭീഷണിപ്പെടുത്തി തന്റെ പൊളിറ്റിക്കൽ ഹോൾഡ് ഉപയോഗിച്ച് കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തുമെന്ന് ഈ യുവതിയെ ഭീഷണിപ്പെടുത്തിയ ശേഷമാണ് അവർ ഇത്ര കാലം മർദ്ദന വിവരം പുറത്തു പറയാതിരുന്നത് എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. യുവമോർച്ച ജില്ലാ ജനറൽ സെക്രട്ടറിയാണ് ഈ ഗോപു പരമശിവനെ. തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്, അതായത് അത്യാവശ്യം എറണാകുളം ജില്ലയിൽ ഇതിന്റെ യുവമോർച്ചയുടെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട് അത്യാവശ്യം ആക്റ്റീവായിട്ടുള്ള ഒരാളും കൂടിയാണ്. അതായത് അറിയപ്പെടുന്ന ഒരാളും കൂടിയാണ്. അത്യാവശ്യം ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യുന്ന ഒരു ഫേസും കൂടിയാണ്. അങ്ങനെയുള്ള ഒരാള് ഈ പറയുന്നത് പോലെയുള്ള തരത്തിലുള്ള ക്രൂരകൃത്യത്തിലേക്കോ അല്ലെങ്കിൽ ഒരു സംയമന രീതി വിട്ട് പെരുമാറുമോ എന്നുള്ള കാര്യം നമുക്ക് അതിശയത്തോടെയാണ് നമ്മൾ അത്തരം കാര്യം ആലോചിക്കുന്നത്. പക്ഷെ എന്നിരുന്നാലും ഈ ഭാര്യ ആയിട്ടുള്ള സ്ത്രീ പറയുന്നത് അവരെ കഴിഞ്ഞ 5 വർഷമായിട്ട് ഇവര് ഇത്തരത്തിലുള്ള ക്രൂരമായ മർദ്ദനത്തിന് അവർ ഇരയാകുന്നുണ്ട്. അത് ഈ ദൃശ്യങ്ങളിൽ കാണുന്നത് പോലെ തന്നെയായിരുന്നു മുൻപും അത്തരത്തിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായിട്ടുള്ളത്. എങ്ങനെയാണ് ഇയാളെ ഒരു കാരണമില്ലാതെ പ്രകോപിതനായി സ്ത്രീയെ ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് തന്നെയാണ്. അത് നമ്മുടെ മദ്യാസക്തിയിലോ അങ്ങനെയൊന്നും അല്ല. അതായത് ഇയാൾ പ്രകോപനം ഉണ്ടായാൽ ഇവരെ മർദ്ദിക്കുക എന്നുള്ളതാണ് ഇയാളുടെ ഒരു രീതി. അത് ഈ കഴിഞ്ഞ 5 വർഷമായും ഇവര് ലിവിംഗ് റിലേഷൻഷിപ്പ് തുടങ്ങിയ കാലം മുതൽ അത് അനുഭവിച്ചു വരുന്നുണ്ട്. പക്ഷെ ഈ കുഞ്ഞുങ്ങളെ അപായപ്പെടുത്തുമെന്നുള്ള ഭീതിയിലാണ് യുവതി അത് പറയാതിരുന്നത് എന്നാണ്. എന്തായാലും മരട്
പോലീസ് സ്റ്റേഷനിലാണ് യുവതി ഇപ്പോൾ ഉള്ളത്. അല്പസമയത്തിനുള്ളിൽ അവരെ വൈദ്യപരിശോധനയ്ക്ക് കൊണ്ടുപോകും. അതിനുശേഷം ഇയാൾക്കെതിരെ കൊലപാതക ശ്രമത്തിലാണ് പോലീസ് കേസെടുത്തിട്ടുള്ളത്. പോലീസ് എന്തായാലും ഈ ഗോപുവിനെ കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട്. ശ്രീജ, ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ്. ആജ്ഞ രവീന്ദ്രനാണ് വിവരങ്ങൾ നൽകിയത്. ഗോപു പരമശിവൻ, ഇയാൾ BJPയുടെ യുവജന വിഭാഗമായ യുവമോർച്ചയുടെ ജില്ലാ ജനറൽ സെക്രട്ടറിയാണ്. ഇയാൾ കൂടെ താമസിച്ചിരുന്ന പാർട്ട്ണറായി സ്ത്രീയെ ഉപദ്രവിച്ചതിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മൾ കാണുന്നത്. ഇയാളിപ്പോൾ പോലീസ് കസ്റ്റഡിയിലെടുത്തിട്ടുണ്ട്.